നാഷണൽ അവാർഡിന്റെ തിളക്കത്തിലാണ് ഋഷഭ് ഷെട്ടി. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരമാണ് കാന്താരയിലെ പ്രകടനത്തിലൂടെ ഋഷഭ് ഷെട്ടി നേടിയത്. അദ്ദേഹം ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ അത്ഭുതങ്ങൾ അവസാനിക്കുന്നില്ല എന്നുറപ്പിച്ചുകൊണ്ട് കാന്താരയുടെ പ്രീക്വൽ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണെന്നുള്ള വിവരം മുൻപ് തന്നെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ആക്ഷന് പ്രാധാന്യം നൽകുന്ന രംഗങ്ങളാണ് ഇനി ഷൂട്ട് ചെയ്യാൻ പോകുന്നത് എന്ന വിവരങ്ങളാണ് പുറത്തുവിട്ടിട്ടുള്ളത്. ഓഗസ്റ്റ് അവസാനത്തോടെയായിരിക്കും കാന്താരയുടെ ചിത്രീകരണം ഇനി നടക്കുക. നാലാമത്തെ ഷെഡ്യൂളാണ് നടക്കാനിരിക്കുന്നത്. ജയറാമും ഋഷഭ് ഷെട്ടിയുടെ കാന്താരയുടെ ഭാഗമാകുന്നുണ്ട് എന്നതാണ് പുതിയതായി വന്നിട്ടുള്ള വിവരം. സാൻഡൽവുഡിൽ ഋഷഭ് ഷെട്ടിയും ടീമും വീണ്ടും എത്തുമെന്ന വിവരം കാന്താരയുടെ വിജയാഘോഷ സമയത്ത് തന്നെ പുറത്തുവിട്ടിരുന്നു. കാന്താരയുടെ അടുത്ത ഭാഗം എത്തുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ തുടർച്ചയ്ക്കായി ഒന്നും ബാക്കി വെക്കാതെയാണല്ലോ സിനിമ പൂർത്തിയാക്കിയത് എന്ന സംശയം പ്രേക്ഷകർക്കുണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ തുടർക്കഥയല്ല, കാന്താരയുടെ മുൻപത്തെ കഥയാണ് പറയാൻ പോകുന്നത് എന്ന പ്രഖ്യാപനവും വന്നു. കാന്താര ചാപ്റ്റർ 1 എ ലെജൻഡ് എന്നാണ് ചിത്രത്തിന്റെ മുഴുവൻ പേര്. ബോളിവുഡിൽ നിന്നടക്കമുള്ള വമ്പൻ ഓഫറുകൾ വേണ്ടെന്ന് വെച്ചാണ് ഋഷഭ് ഷെട്ടി ഈ ചിത്രത്തിനായി മുഴുവൻ സമയവും അധ്വാനിക്കുന്നത്. ഋഷഭ് ഷെട്ടി സംവിധാനം ചെയ്യുന്നതായി മുൻപ് അനൗൺസ് ചെയ്ത രുദ്രപ്രയാഗ്, ശിവരാജ് കുമാറിനെ നായകനാക്കി ഒരുക്കുന്ന പുതിയ ചിത്രം എന്നീ പ്രൊജക്ടുകൾ നീട്ടിവെച്ചിരുന്നു. അതുപോലെ മുമ്പ് അനൗൺസ് ചെയ്ത ബാച്ചിലർ പാർട്ടി എന്ന ചിത്രത്തിൽ നിന്ന് ഋഷഭ് ഷെട്ടി പിന്മാറിയതായും പിന്നീട് വാർത്ത വന്നിരുന്നു. പടുകൂറ്റൻ സെറ്റിലാണ് കാന്താരയുടെ പ്രീക്വൽ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നത്. 600 ആശാരിമാരെ നിയോഗിച്ച് 200x200 അടി വിസ്തീർണമുള്ള കൂറ്റൻ സെറ്റാണ് ആദ്യത്തെ 20 ദിവസത്തെ ഷെഡ്യൂളിനായി ഒരുക്കിയത്. മുംബൈ, ബംഗളൂരു, ഹൈദരാബാദ് തുടങ്ങിയ സ്ഥലങ്ങളിലെ പ്രഗത്ഭരായ ആശാരിമാരാണ് ഈ സെറ്റ് തയ്യാറാക്കാനായി എത്തിയത്. കാന്താരയുടെ ഷൂട്ടിംഗ് പൂർണ്ണമായും വനത്തിനുള്ളിലായിരുന്നു നടന്നത്. അതിൽ നിന്നും ഏറെ വ്യത്യസ്തമായിട്ടാണ് പുതിയ കഥ എത്താൻ പോകുന്നത്. കാന്താരയുടെ തുടക്കത്തിൽ പറഞ്ഞു പോകുന്ന ചെറിയൊരു കഥയുടെ ആവിഷ്കാരമായിരിക്കാം ചാപ്റ്റർ 1 കാണാൻ പോകുന്നത് എന്നാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത്. കുന്താപുര എന്ന തീരദേശത്തിന്റെ പശ്ചാത്തലത്തിലായിരിക്കും കഥ പറയുക എന്നാണ് വിവരം. ആദ്യത്തെ 20 ദിവസത്തെ ഷെഡ്യൂൾ മാത്രമല്ല, തുടർന്നുള്ള ഭാഗങ്ങളും ഇതേ സെറ്റ് ഉപയോഗിച്ച് പൂർത്തിയാക്കിയേക്കും എന്ന വിവരവും പുറത്തു വന്നിരുന്നു. അങ്ങനെയെങ്കിൽ ഇനിയുള്ള ഷൂട്ടും ഇതേ സ്ഥലത്ത് തന്നെയാവും നടത്തുക. കഠിനമായ പരിശീലനം ചിത്രത്തിന് വേണ്ടി അഭിനേതാക്കൾക്ക് നൽകുന്നതായിട്ടുള്ള വിവരങ്ങൾ കന്നഡ മാധ്യമങ്ങൾ മുൻപ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാന്താര ചാപ്റ്റർ 1 ടീസർ കഴിഞ്ഞ വർഷം നവംബർ മാസത്തിൽ പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഇതുവരെ കണ്ടതിനേക്കാൾ വലിയ വിസ്മയങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്ന സൂചനകളാണ് ഈ ടീസറിൽ നിന്നും പ്രേക്ഷകർക്ക് ലഭിച്ചത്. ഹോംബാലെ ഫിലിംസ് തന്നെയാണ് ചിത്രത്തിന്റെ നിർമ്മാണം. 125 കോടിയാണ് ബജറ്റ്. വെറും 16 കോടിയിൽ ഒരുങ്ങിയ കാന്താര 407 കോടി ബോക്സ് ഓഫീസിൽ കളക്ട് ചെയ്തിരുന്നു. ഇപ്പോൾ 16 കോടിയിൽ നിന്ന് 125 കോടിയിലേക്ക് ബജറ്റ് വളർന്നിരിക്കുകയാണ്. അതിന്റെ മാറ്റവും ക്വാളിറ്റിയും ചാപ്റ്റർ 1 പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുമുണ്ട്. പ്രകൃതി തന്നെ ഈശ്വരനാകുന്ന കഥയാണ് കാന്താര പറഞ്ഞത്. നിഗൂഢമായ വനവും അവിടെയുള്ള ജനജീവിതവും അവിടുത്തെ ദൈവിക സങ്കല്പങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും കലാരൂപങ്ങളും അതിജീവനവും ഒക്കെയായി വെള്ളിത്തിരയിൽ പുതിയ ദൃശ്യവിസ്മയം തീർക്കുകയായിരുന്നു കാന്താര. തന്റെ ബാല്യകാല അനുഭവങ്ങളും ഓർമ്മകളും ഭാവനയും ഒക്കെ ചേർത്താണ് ഋഷഭ് ഷെട്ടി കാന്താര ഒരുക്കിയത്. അതിനായി നാടോടി കഥകളും കൃത്യമായി ഇഴചേർത്തിരുന്നു. ശിവയായി ഋഷഭ് ഷെട്ടി വിസ്മയിപ്പിക്കുകയായിരുന്നു ചിത്രത്തിൽ. ക്ലൈമാക്സിലെ രൗദ്രത്തിന്റെയും ശാന്തത്തിന്റെയും പരകോടിയിൽ ഋഷഭിന്റെ പരകായ പകർന്നാട്ടമായിരുന്നു ചിത്രത്തിന്റെ ആത്മാവെന്ന് പറയാം. കാന്താരയുടെ പിന്നിൽ ഒരു വർഷത്തെ കഷ്ടപ്പാടുണ്ടായിരുന്നതായി ഋഷഭ് ഷെട്ടി മുമ്പ് പറഞ്ഞിട്ടുണ്ട്. 2021 സെപ്റ്റംബറിൽ ചിത്രീകരണം ആരംഭിച്ച് 2022 സെപ്റ്റംബർ 30-നാണ് കാന്താര തിയേറ്ററുകളിലെത്തിയത്. 96 ദിവസത്തെ ചിത്രീകരണമായിരുന്നു. എന്തായാലും ചാപ്റ്റർ 1 എത്തുമ്പോൾ മറ്റൊരു തരംഗം തീർക്കുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണാം.